Hi friends, we were discussing the recording of business transactions. That means how to record business transactions. Business transactions എങ്ങനെ രേഖപ്പെടുത്താം അതാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അവിടെ നിരവധി സ്റ്റെപ്സ് ഉണ്ട്. There are different steps in recording business transactions in the books of accounts. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈയിങ് the two affected accounts. ഓരോ ട്രാൻസാക്ഷനിലും അടങ്ങിയിരിക്കുന്ന രണ്ട് അഫക്റ്റഡ് അക്കൗണ്ട്സ് ഏതെല്ലാം ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചില ഇല്ലസ്ട്രേഷൻസ് കാണുകയുണ്ടായി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈഡ് ദ ടൈപ്പ് ഓർ നേച്ചർ ഓഫ് ഈച്ച് അഫക്റ്റഡ് അക്കൗണ്ട്. നമ്മൾ ഐഡന്റിഫൈ ചെയ്ത രണ്ട് അക്കൗണ്ട് അതിൽ ഓരോന്നും ഏത് നേച്ചറിൽപ്പെട്ടതാണ്, ഏത് ടൈപ്പിൽപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മൂന്ന് തരത്തിൽ ഉള്ളതായ അക്കൗണ്ട്സ് ഉണ്ട്. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആ ഐഡന്റിഫൈ ചെയ്ത ഓരോ അക്കൗണ്ടും അതിന്റെ നേച്ചർ എന്താണ്, അതൊരു പേഴ്സണൽ അക്കൗണ്ട് ആണോ, അതൊരു റിയൽ അക്കൗണ്ട് ആണോ, അതൊരു നോമിനൽ അക്കൗണ്ട് ആണോ എന്ന് തീരുമാനിക്കുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇവിടെ കുറെ ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ ഒന്നാമത്തെ സ്റ്റെപ്പും രണ്ടാമത്തെ സ്റ്റെപ്പും നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ക്യാഷ് പർച്ചേസസ്. അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഒരു ആസ്പെക്ട് ക്യാഷ്. രണ്ടാമത്തെ ആസ്പെക്ട് the item for which the amount is paid. Here the amount is paid for goods purchased. Therefore, the second aspect is goods. ഒരു ക്യാഷ് ട്രാൻസാക്ഷനിൽ ഒരു ആസ്പെക്ട് എപ്പോഴും ക്യാഷ്. രണ്ടാമത്തെ ആസ്പെക്ട് ഏത് ഐറ്റത്തിന് വേണ്ടിയാണ് നമ്മൾ രൂപ കൊടുത്തത് അഥവാ രൂപ കിട്ടിയത്. ഇവിടെ രൂപ കൊടുത്തു എന്ന് പറയുന്നത് ഗുഡ്സിന് വേണ്ടിയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഓരോ അഫക്റ്റഡ് അക്കൗണ്ടും അതിന്റെ നേച്ചർ എന്താണ്, അത് പേഴ്സണൽ അക്കൗണ്ട് ആണോ, റിയൽ അക്കൗണ്ട് ആണോ, നോമിനൽ അക്കൗണ്ട് ആണോ എന്ന് നിർണ്ണയിക്കുക. ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. അസറ്റിന്റെ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് ആണ്. റിയൽ അക്കൗണ്ട്. ഗുഡ്സ് എന്ന് പറയുന്നതും ഒരു അസറ്റ് ആണ്, കറന്റ് അസറ്റ് ആണ്. അതുകൊണ്ട് അതും റിയൽ അക്കൗണ്ട് ആണ്. അപ്പോൾ ക്യാഷ് പർച്ചേസസ് എന്ന് പറഞ്ഞാൽ രൂപ കൊടുത്ത് ഗുഡ്സ് വാങ്ങിച്ചു. ആ ട്രാൻസാക്ഷൻ രണ്ട് ഇലമെന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ക്യാഷ്, ഒന്ന് ഗുഡ്സ്. ക്യാഷും റിയൽ അക്കൗണ്ട് ആണ്, ഗുഡ്സും റിയൽ അക്കൗണ്ട് ആണ്. ഒന്നാമത്. സെക്കൻഡ് വൺ, സോൾഡ് ഫർണിച്ചർ ₹5,000. ഫർണിച്ചർ വിറ്റു 5,000 രൂപയ്ക്ക്. അതും ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടി, ഫർണിച്ചർ കൊടുത്തു. ക്യാഷ് ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ഒരു ആസ്പെക്ട് ക്യാഷ്. രണ്ടാമത്തെ ആസ്പെക്ട് ആ രൂപ കിട്ടിയത് ഏത് ഐറ്റത്തിനാണ്. നമ്മൾ ഫർണിച്ചർ വിറ്റത് കൊണ്ടാണ് രൂപ കിട്ടിയത്. Therefore, the second affected account is furniture. ഇനി ഈ അഫക്റ്റഡ് അക്കൗണ്ട്സ് ഓരോന്നും ഏത് അക്കൗണ്ട് ആണ്, അതിന്റെ നേച്ചർ എന്താണ്. ക്യാഷ് ഒരു അസറ്റ് ആണ്, അതുകൊണ്ട് റിയൽ അക്കൗണ്ട്. ഫർണിച്ചർ ഒരു അസറ്റ് ആണ്, അതുകൊണ്ട് റിയൽ അക്കൗണ്ട്. അപ്പോൾ സോൾഡ് ഫർണിച്ചർ ₹5,000. ഇവിടെ രണ്ട് അഫക്റ്റഡ് അക്കൗണ്ട്സ് ക്യാഷും ഫർണിച്ചറുമാണ്. രണ്ടും അസറ്റിന്റെ അക്കൗണ്ട് ആണ്, അതുകൊണ്ട് റിയൽ അക്കൗണ്ട് ആണ്.
Next one, received from Das rupees 15,000. Third one, ദാസിൽ നിന്ന് 15,000 രൂപ കിട്ടി. Definitely it is a cash transaction. Therefore, one aspect is cash. The second aspect, the item for which the amount is received, it is not given. Therefore, the second aspect will be the party from whom we received cash. Here, we received cash from Das. Therefore, the second account is Das. Here, cash is an asset. Therefore, real account. Das is an individual. Therefore, personal account. Hence, in case of received from Das, the two affected accounts are cash and Das. Cash belongs to the category of real account and Das personal account. Then the fourth one, paid to Mohan rupees 40,000. Mohan 40,000 രൂപ കൊടുത്തു. That is payment of cash. Therefore, this is a cash transaction. The first aspect, one of the aspects is cash. Then, Mohan രൂപ കൊടുത്തു. For what? It is unknown. എന്തിനാ അത് കൊടുത്തത്? പറഞ്ഞിട്ടില്ല. ഏത് ഹെഡിലാണ് അത് കൊടുത്തത്? പറഞ്ഞിട്ടില്ല. ഏത് ഐറ്റത്തിനാണ് കൊടുത്തത്? പറഞ്ഞിട്ടില്ല. If so, to whom that amount is paid? That is the second aspect. That is മോഹൻ. ആർക്കാണ് ആ രൂപ കൊടുത്തത്? അതായിരിക്കും second aspect. Here cash and Mohan are two affected accounts. Then cash is asset. Therefore real account. Mohan individual. Personal account. Next transaction, cash sales rupees 8,000. എന്താ ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ രൂപ വാങ്ങിക്കൊണ്ട് ഗുഡ്സ് കൊടുത്തു, അതാണ് ക്യാഷ് സെയിൽസ്. അങ്ങനെയെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. ഒരു ആസ്പെക്ട് ക്യാഷ്. സെക്കൻഡ് ആസ്പെക്ട് എന്താണ്? ഗുഡ്സ് കൊടുത്തിട്ടാണ് ക്യാഷ് വാങ്ങിച്ചത്. ഇപ്പൊ ക്യാഷ് കിട്ടിയത് ഗുഡ്സിന് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ സെക്കൻഡ് ആസ്പെക്ട് ഈസ് ഗുഡ്സ്. ക്യാഷ് ഈസ് an asset. Therefore, real account. Then goods asset. That is real account. Next one, paid salary. ശമ്പളം കൊടുത്തു. There is payment of cash. Therefore, it is a cash transaction. So, one of the aspects, one, cash. Second aspect, for what that cash is paid? Cash എന്തിനാ കൊടുത്തത്? സാലറി എന്ന് പറയുന്ന ഹെഡില്, സാലറി എന്ന് പറയുന്ന ഐറ്റത്തില്. Therefore, the second account is salary. Cash is an asset. Therefore, it is real account. Salary and expense. Accounts of expenses and incomes are nominal accounts. എക്സ്പെൻസിന്റെയും ഇൻകത്തിന്റെയും അക്കൗണ്ട് നോമിനൽ ആണ്. നോമിനൽ അക്കൗണ്ട്. നെക്സ്റ്റ്, സോൾഡ് ഗുഡ്സ് ടു ഷാജി rupees 5,000. ഷാജിക്ക് ഗുഡ്സ് വിറ്റു. 5,000 രൂപയുടെ ഗുഡ്സ് വിറ്റു. ഒരു പാർട്ടിയുടെ പേര് പറയുകയും ഗുഡ്സ് വിറ്റെന്ന് പറയുകയും ക്യാഷിനാണെന്ന് പറയാതെ ഇരിക്കുകയും ചെയ്താൽ കടമായിട്ട് വിറ്റു എന്ന്. അപ്പോൾ ഷാജിക്ക് ഗുഡ്സ് കടമായിട്ട് വിറ്റു. അതൊരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണ്. ഇൻ കേസ് ഓഫ് എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ, വൺ ഓഫ് ദ അഫക്റ്റഡ് അക്കൗണ്ട്സ് വിൽ ഓൾവേസ് ബി ദ ഇൻഡിവിജ്വൽ ഓർ ദ ഓർഗനൈസേഷൻ. ഒരു അഫക്റ്റഡ് അക്കൗണ്ട്സ് എപ്പോഴും ക്രെഡിറ്റ് ട്രാൻസാക്ഷനിൽ ആ പാർട്ടി ആയിരിക്കും. പാർട്ടി എന്ന് പറയുന്നത് ഇവിടെ ഷാജിയാണ്. നമ്പർ 1, ഷാജി. The second one, the things received or things given. നമുക്ക് കിട്ടിയതായ തിങ്സ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തതായ തിങ്സ്. ഇവിടെ നമ്മൾ സോൾഡ് ഗുഡ്സ് ആണ്, തിങ്സ് ഗിവൺ ആണ്. ദാറ്റ് ഈസ് ഗുഡ്സ്. സെക്കൻഡ് വൺ, ഗുഡ്സ്. ഷാജി ഇൻഡിവിജ്വൽ ആണ്, അതുകൊണ്ട് പേഴ്സണൽ അക്കൗണ്ട് ആണ്.
ഗുഡ്സ് അസറ്റ് ആണ്, അതുകൊണ്ട് റിയൽ അക്കൗണ്ട് ആണ്. നെക്സ്റ്റ്, പർച്ചേസ്ഡ് ഫ്രം മോഹൻ ₹10,000. പർച്ചേസ്ഡ് ഫ്രം മോഹൻ ₹10,000. മോഹനിൽ നിന്ന് 10,000 രൂപയുടെ ഗുഡ്സ് വാങ്ങിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. പർച്ചേസസ് എന്ന് മാത്രം പറഞ്ഞാൽ ഗുഡ്സ് വാങ്ങിയെന്നാണ്. അപ്പൊ മോഹനിൽ നിന്ന് ഗുഡ്സ് വാങ്ങിച്ചു. എത്ര രൂപ വില വരുന്നത്? 10,000 രൂപ വില വരുന്നതായ ഗുഡ്സ് വാങ്ങിച്ചു. അത് വാങ്ങി എന്ന് പറയുമ്പോൾ രൂപ കൊടുത്തതായിട്ട് അവിടെ പറഞ്ഞിട്ടില്ല. ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞ് വാങ്ങിക്കുകയും അതിന് രൂപ കൊടുത്തതായിട്ട് പറയാതെ ഇരിക്കുകയും ചെയ്താൽ കടമായി വാങ്ങുന്നു എന്നുള്ളതാണ്. ഇവിടെ കടമായി വാങ്ങുന്നു. അങ്ങനെയെങ്കിൽ ഒരു അഫക്റ്റഡ് അക്കൗണ്ട് എപ്പോഴും എന്തായിരിക്കും? ആ വ്യക്തി അഥവാ സ്ഥാപനമായിരിക്കും. ഇവിടെ മോഹൻ. 2 എന്ന് പറയുന്നത് തിങ്സ് റിസീവ്ഡ് ഓർ തിങ്സ് ഗിവൺ. തിങ്സ് കിട്ടിയതാ, തിങ്സ് കൊടുത്തത്. ഇവിടെ നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചതാ. തിങ്സ് കിട്ടിയെന്ന് പറയുന്നത് ഗുഡ്സ് ആണ്. Therefore, the second aspect, goods. മോഹൻ ഇൻഡിവിജ്വൽ ആണ്, അതുകൊണ്ട് പേഴ്സണൽ അക്കൗണ്ട്. Then goods അസറ്റ് ആണ്, അത് റിയൽ അക്കൗണ്ട്. നെക്സ്റ്റ്, റിസീവ്ഡ് കമ്മീഷൻ ₹1,000. കമ്മീഷൻ കിട്ടി എന്നുവെച്ചാൽ രൂപയാ കിട്ടിയത്. രൂപ കിട്ടുന്നു, കൊടുക്കുന്നു ഒരു ട്രാൻസാക്ഷനിലെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻ. ദാറ്റ് മീൻസ് വൺ ഓഫ് ദ ആസ്പെക്ട് ക്യാഷ്. സെക്കൻഡ് ആസ്പെക്ട്, ഏത് ഹെഡിലാണ് രൂപ കിട്ടുന്നത് എന്ന് നോക്കുക, അഥവാ ഏത് ഐറ്റത്തിലാണ് രൂപ കിട്ടുന്നതെന്ന് നോക്കുക. അതുണ്ടെങ്കിൽ അതെടുത്താൽ മതിയാകും. ഇവിടെ ഈ രൂപ കിട്ടിയത് കമ്മീഷനായിട്ടാണ്. അങ്ങനെയെങ്കിൽ സെക്കൻഡ് ആസ്പെക്ട് കമ്മീഷൻ. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്, അത് റിയൽ അക്കൗണ്ട് ആണ്. അസറ്റിന്റെ അക്കൗണ്ട് റിയൽ അക്കൗണ്ട്. കമ്മീഷൻ ഇവിടെ ഇൻകം ആണ്. ഇൻകത്തിന്റെയും എക്സ്പെൻസിന്റെയും അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നതിനുള്ളതായ സ്റ്റെപ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഐഡന്റിഫൈ the two affected accounts. 2 affected accounts ഓരോ ട്രാൻസാക്ഷനിലും ഏതാണെന്ന് കണ്ടെത്തപ്പെടുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഐഡന്റിഫൈ ചെയ്ത ഓരോ അക്കൗണ്ടും പേഴ്സണൽ ആണോ, റിയൽ ആണോ, നോമിനൽ ആണോ എന്ന് തീരുമാനിക്കുക.